ഹായ് ആൾ, എക്സിടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലീനിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ ചേച്ചിക്ക് രാവിലെ എണീച്ച് പോകുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ അപ്പോൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഫസ്റ്റ് തന്നെ മല്ലി മുളകൊക്കെ ഒന്ന് കഴുകിയിടാണ്. മുളക് ആദ്യം തന്നെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. കാരണം കഴുകി കഴിഞ്ഞിട്ട് വെക്കുമ്പം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് മുളക് അവിടെ കൊണ്ടേ നന്നായിട്ട് സ്പ്രെഡാക്കി ഇട്ടതാണ്. അതിനുശേഷം ഞാനിതാ മല്ലിയും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ഷെൽഫിലുള്ള എല്ലാ പാത്രങ്ങളും നമ്മുടെ ഈ വക ടിന്നുകളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കണം. അപ്പോൾ ഹാസിമോൻ ഉണ്ട് കേട്ടോ, ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫുള്ള് ക്ലീനിങ്ങിൽ ഹാസിയാണ് ഹെൽപ്പാക്കുന്നത്. മൊത്തമായിട്ട് അവനിതാ അങ്ങോട്ടേക്ക് എടുത്ത് ഞങ്ങൾ രണ്ടാളും അതുകൊണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ ബാക്കി വന്നിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ പേപ്പറിലും കവറിലും ഒക്കെ ആക്കിയിട്ട് മാറ്റി വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഈ ബോട്ടിൽസിനെ കാലിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഇതിൻ്റെ അകത്തുള്ള ഒക്കെ നമ്മുടെ സാധാരണ ലിക്വിഡ് ഉണ്ടല്ലോ, പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്തിട്ട് തന്നെ മൊത്തത്തിലൊന്ന് കഴുകിയെടുക്കുക. പ്രത്യേകം ക്ലോറക്സോ വേറെ ഒരു സൊല്യൂഷനും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതിന് മാത്രം ഗ്രീസും കാര്യങ്ങളും ഒന്നുമില്ല ഈ പാത്രങ്ങളുടെ മേലെ. ഉമ്മൻ്റെയോ? ഹായ്, അജിക്ക് ഇഷ്ടമായോ? പൊട്ടിക്കോ? ഉമ്മൻ്റെ ബാഗൊക്കെ പരതിയില്ലേ? പൊട്ടിപ്പോവോ? വാങ്ങുവോ വരുമ്പോ? എവിടുന്നാ വാങ്ങ? മൊയ്ക്കലിനോ? ഓക്കെ, ബൈ. വണ്ടി അതാ ഓഫീസ് റൂമിൽ. വണ്ടി എടുത്തിട്ടാ പോന്ന്? അല്ല, ശ്രദ്ധിക്കണേ. അതാ വണ്ടി അതാ. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഒന്ന് ഇതെല്ലാം കൂടി തുടച്ചിട്ട് മുന്നിൽ വെയിലത്ത് കൊണ്ട് ഇടാൻ പോവാണ്. അപ്പോൾ ഇതാ ഹാജിമോനും ഞാനും കൂടെ എല്ലാം ഒന്ന് വെറുതെ തുടച്ചെടുക്കുക ചെയ്യുന്നത്. ഒരു ക്ലോത്ത് വെച്ചിട്ട് ഡീപ്പായിട്ട് തുടയ്ക്കൊന്നല്ല, ഞങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കാൻ പോവല്ലേ. അപ്പോൾ അതിന് മുന്നേ വെറുതെ ഒന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും പണികളൊക്കെ കഴിഞ്ഞപ്പോൾ റംസാനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. ഞങ്ങളുടേതും എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മളിത് കൊണ്ടേക്കട്ടെ, ഇനി നമ്മളിത് കൊണ്ടേക്കല്ലേ. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ പാത്രങ്ങളൊക്കെ മുന്നിൽ ഇവിടെ ഇങ്ങനെ ഞാനൊരു പായ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പായിൻ്റെ അകത്ത് കൊണ്ട് വെക്കുക ചെയ്യുന്നത്. കാരണം ഇവിടെ നല്ല വെയിൽ വരും കേട്ടോ, ഒരു ഉച്ച കഴിഞ്ഞ് കുറച്ച് സമയമാകുമ്പോൾ. അപ്പോൾ ഈ സമയത്ത് അങ്ങനെ ഇല്ല, കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിൽ വരും. അപ്പോൾ എല്ലാം കൂടെ അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഉണങ്ങി ഫ്രഷ് ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ ചോറൊക്കെ രാവിലെ തന്നെ ആയിട്ടുണ്ട്. മിജുക ചോറൊക്കെ കൊണ്ടുപോയതാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ കഴിച്ചിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കുറച്ച് സമയം കളിക്കുകയാണ്. ഇനി ഈ കളി കൂടി കഴിഞ്ഞിട്ട് മോനൊന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് ഞങ്ങൾ ചോറ് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ മോനെ ഉറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഉച്ച ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ രാവിലെ എണീച്ചതല്ലേ മോന്, അപ്പോൾ കുറച്ച് സമയം അവനെ ഉറക്കണം. അത് കഴിഞ്ഞ് ഞാനും ഒന്ന് ഫ്രഷ് ആയൊക്കെ വന്നിട്ട് ഇതാ ഇത് മൊത്തം നേരത്തെ കഴുകി വെച്ചതായിരുന്നു. ഈ സ്പൂണിൻ്റെ എന്താ പറയുക, സ്പൂൺ ഇട്ട് വെക്കുന്ന ഈ സംഭവം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സ്പൂണൊക്കെ ഇട്ട് വെച്ചു. അതേപോലെ തന്നെ ഓയിൽ ബോട്ടിൽസ് ഞാൻ പുതിയ വാങ്ങിച്ചതാണ് കേട്ടോ. ഓൺലൈനിലൊക്കെ കുറേ നോക്കിയിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കൺഫ്യൂഷൻ, അവിടെ 1 ലിറ്ററിൻ്റെ 2 ബോട്ടിലിനൊക്കെ കാണിച്ചിട്ട് അത് 500 ml ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായി. അപ്പോൾ പിന്നെ വാങ്ങിച്ച് റിട്ടേൺ ആക്കി അങ്ങനെ കളിക്കേണ്ട വിചാരിച്ചിട്ട് ഓഫ്ലൈൻ തന്നെ ഒന്ന് പോയി വാങ്ങിച്ചതാണ് ടിപ് ടോപ്പിൽ നിന്ന്. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇതാ പുളീൻ്റെ പാത്രം ഞാൻ സ്റ്റൗ ടോപ്പിൻ്റെ അടുത്ത് തന്നെ കേട്ടോ വെക്കാറ്. അപ്പോൾ അത് നല്ലോണം ഗ്രീസി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി അങ്ങനെ വെച്ചിട്ടുണ്ട്.
ഇനി ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതാ ഈ ഭാഗം നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലുണ്ടല്ലോ താഴെ, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിരിക്കുന്നത്. തേങ്ങയും ഇങ്ങനെ ചാക്കിൽ കുറേയൊക്കെ കൊണ്ടുവച്ചിട്ട് ആകെ നിറഞ്ഞ് വൃത്തികേടായിട്ടുള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കിയെടുക്കാനുണ്ട്. പിന്നെ താഴെ ഷെൽഫില്ലാത്തതുകൊണ്ട് ഞാൻ അതേപോലെ 2 ടീപ്പോയി വെച്ചിട്ടാണ് പാത്രങ്ങൾ വെക്കാറുള്ളത്. അപ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ആദ്യം തന്നെ മൊത്തത്തിൽ പൊടിയൊക്കെ തട്ടിക്കളയുന്നുണ്ട്. പിന്നെ സബീന ഇട്ടിട്ടാണ് ഞാൻ ഈ ഭാഗം വൃത്തിയാക്കുന്നത്. സബീന പറഞ്ഞൊരു പൗഡർ ഉണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ ഭയങ്കര സ്റ്റബൺ ആയിട്ടുള്ള കറകളുള്ള സ്ഥലത്തൊക്കെ അത് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇതാ കിച്ചണൊക്കെ ക്ലീൻ ആയി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇജുക്ക വന്നിട്ടുണ്ട്. ആദ്യം എണീച്ച് പിന്നെ ബാക്കി വേസ്റ്റൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കത്തിച്ച് അത് കഴിഞ്ഞൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇതാ പാത്രങ്ങളൊക്കെ വീണ്ടും നിറച്ച് കൊടുക്കുക ചെയ്യുന്നത്. എന്താ വേണ്ടി എനിക്ക് ഉണ്ട് ഇതാ. പിന്നെ ഞാനിതാ ഈ ഷെൽഫിലൊക്കെ പൊടിയുള്ളത് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ അതിന് തിരിച്ച് ഈ പാത്രങ്ങളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളും അരിയും എല്ലാം നേരത്തെ എടുത്തു വെച്ചത് ഞാൻ വീണ്ടും തിരിച്ച് ഈ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം നന്നായിട്ട് ഉണങ്ങി വെയിലൊക്കെ കൊണ്ട് ഫ്രഷായി വന്നിട്ടുണ്ട്. അരി ഞാനിപ്രാവശ്യം സാധാരണ അരി ഇടാൻ വലിയ പാത്രവും അരിപ്പൊടി ഇടാൻ ചെറിയൊരു വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റി ഇത്തവണ അരി ചെറുതിലേക്കും അരിപ്പൊടി വലുതിലേക്കും ആക്കിയിട്ടുണ്ട്. കാരണം നോമ്പല്ലേ, നമുക്ക് പത്തിരിപ്പൊടി ഒരുപാട് വേണ്ടി വരുമല്ലോ. അപ്പം പത്തിരിപ്പൊടി കൂടുതൽ ഒരു 10 കിലോ ഒക്കെ പൊടിച്ചിട്ട് വെക്കുക ചെയ്യുന്നത്, സാധാരണത്തിനേക്കാളും ഡബിളാക്കിയിട്ട്. അപ്പോൾ ഞാൻ ആ പാത്രം ജസ്റ്റ് ഒന്ന് സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാം അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.